Hello dear students, welcome back to National Academy. അപ്പം ഇന്ന് നമുക്ക് നോക്കാനുള്ള നമ്മുടെ കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് ദ സോളിഡ് സ്റ്റേറ്റ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് ഗ്യാസ് സ്റ്റേറ്റിന് ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. എന്താണ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സോളിഡ്സിനകത്തുള്ള ഓരോ മോളിക്യൂൾസും വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അവർക്കുള്ള ഇന്റർ മോളിക്കുലർ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും, അവർ ഇൻകംപ്രസിബിൾ ആയിരിക്കും, നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മുടെ സോളിഡ്സിനുണ്ട്. അപ്പോൾ സോളിഡ്സിനെ മെയിൻലി നമ്മൾ 2 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ മോളിക്യൂൾസും റെഗുലർ പാറ്റേണിൽ, അതായത് ഒരു റെഗുലർ പീരിയോഡിക് പാറ്റേണിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് അനൈസോട്രോപ്പിക് ആയിരിക്കും. അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ പാറ്റേൺ ഒന്നും ഉണ്ടായിരിക്കില്ല, ഇറഗുലർ ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കും അതിനകത്തുള്ള ഓരോ മോളിക്യൂൾസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ അമോർഫസ് സോളിഡ്സുകൾ ഐസോട്രോപ്പിക് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് അയോണിക്, മോളിക്കുലർ, നോൺ പോളാർ, പോളാർ, കോവാലന്റ് ആൻഡ് മെറ്റാലിക്. ഇങ്ങനെ 5 ആയിട്ട് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിജിഡ് ആയിരിക്കും, അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ഷേപ്പ് ഉണ്ടായിരിക്കും, ഒരു ഡെഫിനറ്റ് വോളിയം ഉണ്ടായിരിക്കും, ഇൻകംപ്രസിബിൾ ആയിരിക്കും. അതായത് അതിനകത്തുള്ള ഓരോ മോളിക്യൂൾസും അങ്ങനെ റെഗുലർലി ഒരു പീരിയോഡിക് മാനറിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ സോളിഡ്സിനെ നമ്മൾ ഇങ്ങനെ റെഗുലർലി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. അത് ഒരുപാട് റിപ്പീറ്റിംഗ് യൂണിറ്റ്സുകൾ ഇങ്ങനെ റെഗുലർലി ഒരു പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്ത സ്ട്രക്ചർ ആയിരിക്കും ഒരു സോളിഡിനായിരിക്കും. ആ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സിംപ്ലി ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള ഓരോ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെയും നമ്മൾ യൂണിറ്റ് സെൽ എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ യൂണിറ്റ് സെല്ലിനെ ഒരു ക്യൂബായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പം 7 രീതിയിലാണ് നമുക്ക് ഈ ക്രിസ്റ്റലാറ്റിസ് അറേഞ്ച്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് 8 ടൈപ്സ് ഓഫ് ക്രിസ്റ്റലാറ്റിസ് നമുക്ക് പോസിബിൾ അല്ലെങ്കിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് 1 ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, എക്സഗണൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇങ്ങനെ 7 രീതിയിൽ നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ ഈ 7 രീതിയിലുള്ള അറേഞ്ച്മെന്റിലും 3 ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ 3 ടൈപ്പ് ആയിരിക്കും അതിനകത്ത് ഓരോ യൂണിറ്റ് സെല്ലിലും ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ സിംപ്ലി ക്യൂബിക് സെന്റേർഡ് ഉണ്ടായിരിക്കും, ബോഡി സെന്റേർഡ് ഉണ്ടായിരിക്കും, ഫേസ് സെന്റേർഡ് ഉണ്ടായിരിക്കും. സിംപ്ലി ക്യൂബിക് സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ക്യൂബിന്റെ ഓരോ കോർണേഴ്സിലും എന്തുണ്ടായിരിക്കും, കോർണേഴ്സിൽ മാത്രമായിരിക്കും ആറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 1 ആയിരിക്കും. ഇനി ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണേഴ്സിലും ഉണ്ടാവും, എക്സ്ട്രാ ഈ ടോട്ടൽ യൂണിറ്റ് സെല്ലിന്റെ സെന്റർ ഓഫ് ബോഡിയിലും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 2 ആയിരിക്കും. ഇനി ഫേസ് സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആ കോർണേഴ്സിൽ, അതായത് 8 ക്യൂബിന്റെ 8 കോർണേഴ്സിലും ആറ്റംസ് അവൈലബിൾ ആയിരിക്കും. ഓരോ ഫേസിന്റെ സെന്ററിലും ആറ്റംസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 4 ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിനെ നമുക്ക് എങ്ങനെയും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതായത് ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ക്ലോസ്ലി പാക്ക് ചെയ്ത രീതിയിൽ നമുക്ക് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. മെയിൻലി 2 ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. എക്സഗണൽ ക്ലോസ് പാക്കിംഗും ഉണ്ട്, ക്യൂബിക് ക്ലോസ് പാക്കിംഗും ഉണ്ട്. ഈ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് അയോണിക് സോളിഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഓരോ അയോൺസും ഈ ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന് ആ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഓരോന്നും ക്ലോസ്ലി പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത രീതിയിൽ നമുക്ക് അയോണിക് സോളിഡ്സിനും ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ക്ലോസ് പാക്കിംഗ് നമുക്ക് പോസിബിൾ ആണ്. ഇനി ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ആ അറേഞ്ച്മെന്റിൽ ചെറിയ ഇംപെർഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ. ഏതൊരു കാര്യത്തിലും പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ള ഇംപെർഫെക്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിഫക്റ്റ് ഇൻ ക്രിസ്റ്റലാറ്റിസ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ക്രിസ്റ്റലാറ്റിസിൽ കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ്. സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോളിഡ്സിനെ നമ്മൾ മെയിൻലി 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി ബേസ് ചെയ്തിട്ട് സോളിഡ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സോളിഡ്സിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത സോളിഡ്സിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, അതായത് കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിലായിരിക്കും സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്.
ഇനി നമ്മൾ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ട് സോളിഡ്സ് നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റിക്, ആന്റി ഫെറി മാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക്. ഇങ്ങനെ 5 ആയിട്ട് നമ്മൾ മാഗ്നറ്റിക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷനെ ബേസ് ചെയ്ത് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 6th ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. NAOS നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, NAOS പാസ്സായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ